ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താണ് പരിപാടി എന്നല്ലേ, ഇന്ന് നമ്മൾ മീൻ ഫുഡ് ഇട്ട് സ്പൈഡർ ഹുക്കിനകത്ത് സ്റ്റിക്ക് എറിഞ്ഞൊന്ന് നോക്കാമെന്ന് വെച്ചു. ആരോമൽ പാത്തും കൂടെ ഭയങ്കര കളിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന്. ഇതാണ് നമ്മുടെ സ്പൈഡർ ഹുക്ക് കേട്ടോ. ഒത്തിരി ചൂണ്ട അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ഫോർ കുഴയ്ക്കൽ. ആദ്യം ചെറു ചൂടുവെള്ളം, അതിനകത്തോട്ട് ഫുഡ്, ഇത് മീനിൻ്റെ ഫുഡാണ് കേട്ടോ, കടയിൽ കിട്ടും, അത് വാങ്ങിക്കുക. പിന്നെ ബ്രെഡ്, നല്ല ബ്രെഡ് വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ പൈനാപ്പിൾ എസൻസ്, പിന്നെ ഈ ബ്രെഡ് ഇങ്ങനെ പൊടിച്ച് ചേർത്ത് ഉണ്ട കുഴയ്ക്കുക. നല്ല സൂപ്പറായിട്ട് ചപ്പാത്തി മാവ് പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. ചേട്ടനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ ആൾ. ചേട്ടൻ വോയിസൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ചു എൻ്റെ സൗണ്ടല്ലേ കുറച്ചും കൂടെ ക്ലിയർ എന്ന്, ചുമ്മാതാ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തു. നന്നായിട്ട് വലിയൊരു ചപ്പാത്തി മാവിൻ്റെ അത്രയും വലിയ ഉണ്ടായിട്ട് തന്നെ കുഴയ്ക്കണം. ഇതിങ്ങനെ കുഴയ്ക്കുമ്പോൾ ഈ ഓരോരോ കൊളുത്തേലുണ്ടല്ലോ, ഓരോരോ മീൻ വന്ന് പിടിക്കും. ഞങ്ങൾ 2-3 തവണ ഇട്ടിട്ടുണ്ട്. 2-3 തവണ ഇട്ടതിൽ കുറച്ച് തവണ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പുഞ്ച. ഇതുകൊണ്ടാ കാണുന്ന വെള്ള കളറാണ് നമ്മുടെ ബണ്ട് റോഡ്. അതും കൂടെ ഉള്ളു മുങ്ങാൻ, ബാക്കി എല്ലാം അവിടെ മുങ്ങി. അപ്പോൾ ജിത്തു ആരോമൻ ഇവിടെ ഡാൻസൊക്കെ കളിച്ചു. അതുകൊണ്ട് ജിത്തുവും പാത്തും അങ്ങ് ദൂരെ നിന്ന് ചൂണ്ടയിടുന്നു. ചേട്ടനപ്പോൾ പറഞ്ഞു നമുക്കിവിടെ എറിയാം. അങ്ങനെ ജിത്തു ചേട്ടൻ താണ്ട് കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് ഇപ്പം എറിയെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കുക. എല്ലാം എന്തൊക്കെയോ സെറ്റ് ചെയ്യാനുണ്ട്. സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എറിയാനൊക്കത്തുള്ളൂ. ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന കേട്ടോ. ഭയങ്കര മെനക്കേടുള്ള പരിപാടി തന്നെയാണ് നമ്മുടെ ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. പക്ഷേ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ പിടിക്കുന്ന ആൾക്കാണ് കൂടുതൽ സന്തോഷം. ഇനി സെറ്റ് ചെയ്തു. ചേട്ടാ എറിയാറായോ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ചു. ഇപ്പം എറിയും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ റെഡി 1 2 3 ഗോ എന്ന് പറഞ്ഞു. ഗോയാൻ വേണ്ടി ചേട്ടൻ ഗോ ചെയ്ത് ദാണ്ടേ നമ്മുടെ ഫുഡ് ഇതുകൊണ്ട് അങ്ങെത്തി. അമ്പോ അത്രയും ലെങ്തിൽ പോകും കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം നമ്മൾ ക്ഷമയാണ് വേണ്ടത്. അതെനിക്കില്ല. ഞാൻ കുറേ നേരം അവിടെ വായി നോക്കി പോയിരുന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിടെ വെള്ളം കണ്ട് ഇത്രയും കയറി കേട്ടോ. പുഞ്ച നന്നായിട്ട്. ഇനി കുറച്ചും കൂടെ മഴ പെയ്തിരുന്നെങ്കിൽ നമ്മുടെ റോഡും കഴിഞ്ഞേനെ. പക്ഷേ ഭാഗ്യത്തിന് മഴയൊന്ന് മാറിയിരുന്നു. ആ സമയം കൊണ്ട് ചേട്ടനൊന്ന് വലയെറിഞ്ഞു. നമുക്കൊരു ആമയെ കിട്ടി. നമ്മൾ ആമയൊന്നും എടുക്കത്തില്ല, നമ്മൾ വെള്ളത്തിൽ തന്നെ തിരിച്ചു വിടുക ചെയ്യുന്ന കേട്ടോ. ആമ ജീവനും കൊണ്ട് ഓടി, ജിത്തു പുറകിനും. പിന്നെ 2-3 സിലോപ്പിയ കുഞ്ഞുങ്ങളെ, പരലിനെ, ഇതിനെയൊക്കെ കിട്ടി. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള മീൻ അതിനകത്തുനിന്ന് തന്നെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ഇടീന്നൊന്ന് വിളിക്കുന്നതും കേട്ട് ചേട്ടൻ തൻ്റെ സ്പൈഡർ ഹുക്ക് എടുക്കുന്നതും കണ്ട് മീൻ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയത് ആമയാണ് അടിച്ചത്. ഒറ്റ ഒരാമ. അപ്പോഴത്തേനും നമ്മൾ ഫുള്ളി ഡിസപ്പോയിൻറ്റഡ് ആയി കേട്ടോ. പിന്നെ അതിനെല്ലാം ക്ലിയർ ചെയ്തു. ഇന്ന് കിട്ടിയ മീനുമായിട്ട് വീട്ടിലോട്ട് പോയി. ഇന്നത്തേക്കൊക്കെ ഫുഡുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.